എൻ്റെ ഈ ബാക്കിൽ നിൽക്കുന്ന ഈ പിഞ്ചു കുട്ടികളുണ്ടല്ലോ, പുലികൾ എന്ന് പറഞ്ഞാൽ പുപ്പുലികളാട്ടോ. വേല അതുപോലെ ഉത്സവ കാലഘട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവരെ ഈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ എന്താ ചെയ്തതെന്നല്ലേ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ എല്ലാവരും സ്കൂൾ പൂട്ടിയ ഈ ഫോണിലൊക്കെ കളിക്കുന്ന ഈ സമയത്ത് ഇവർ ചെയ്ത ഒരു അടിപൊളി സംഭവമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. എത്ര ദിവസം എഫേർട്ടായിരുന്നു? 1 മാസം പിടിച്ചു. 1 മാസം എടുത്തിട്ട് ചെയ്ത ഒരു എഫേർട്ടാണ്. അപ്പോൾ അതെന്താണെന്നല്ലേ അത് കാണിച്ചു തരാം. വരും വാ. ഈ കാണുന്ന കാള, നമുക്കെല്ലാം കാളവേല ഇഷ്ടമാണല്ലോ. അപ്പോൾ അവരുടെ ഒരു മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹത്തിൻ്റെ മുകളിൽ അവരുണ്ടാക്കിയ സാധനങ്ങളാട്ടോ. ഇവരൊക്കെ 10ാം ക്ലാസ്സിന് താഴെയുള്ളവരല്ലേ എല്ലാവരും, ഒക്കെ 10ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികളാട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ ഒറിജിനൽ വെല്ലുന്ന രൂപത്തിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സാധനങ്ങളൊക്കെ മടക്കാനും ഒരുപാട് സജ്ജീകരണം. ഇത് റോട്ടിൽ കൂടെ ഉരുളൂല്ലേ, അതിന് ടയർ അടക്കണ്ട് കേട്ടോ. ഈ ടയർ അടക്കം ഉണ്ടാക്കിയിട്ട് ഇതാ അതിൻ്റെ ചെറുതും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെന്താ പേരിട്ടുള്ളത്? സൗപർണിക. ഇത് ആരത് വരച്ചത്? വരച്ചതും അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. 1 മാസം പ്രയത്നമാണ്. നമ്മുടെ ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ അങ്ങനെ ഒഴിവ് സമയങ്ങളിലൊക്കെ ഈ ഫോണുമ കളിച്ചിട്ട് ആവശ്യമില്ലാതെ ഗെയിം കളിക്കലും അതിലൊന്നും ഏർപ്പെടാതെ മിടുക്കന്മാരായിട്ടുള്ള ഈ പിഞ്ചു മക്കളെ നമുക്കൊന്ന് പരിചയപ്പെടട്ടോ. എല്ലാവരും ഒന്ന് പേര് പറഞ്ഞ. അഭിനവ് കൃഷ്ണ, അതുൽ കൃഷ്ണ, അഭിനവ്, സംഗീത്, ആദർശ്, അക്ഷയ്, സഞ്ജയ്, അഭിനന്ദ്. 2, 4, 6, 8 പേര് അടങ്ങുന്ന ടീമാണ് നിങ്ങളിത് ഉണ്ടാക്കിയത് അല്ലേ? എന്താണെങ്കിലും ഒരു ബിഗ് സല്യൂട്ട്. അടിപൊളിയായിട്ടുണ്ട്. പൂരാഘോഷ സമയങ്ങളിലാണെങ്കിൽ ഇത് കേരളം മൊത്തമല്ല ലോകം മൊത്തം വൈറലാകുന്ന ഒരു സംഭവമാണ്. എന്താണെങ്കിലും ഇത് ആളുകൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അവരുടെ ഈ ഒരു എഫേർട്ട്, 1 മാസത്തെ എഫേർട്ടാണ് ഈ സംഭവം കേട്ടോ. ഈ സംഭവത്തിന് ഒരുപാട് പ്രത്യേകത കിട്ടും. ഇങ്ങനെ കാഴ്ചയിൽ ഇങ്ങനെ കാണാനല്ല, ഇത് നമുക്ക് റോട്ടിലൂടെ കൊണ്ടുപോകാം. അതുപോലെ ഓരോ സാധനങ്ങളും ഇത് മടക്കി എടുത്താക്കാൻ പറ്റുന്ന ഒരു സാധനങ്ങളാണ്. പിന്നെ ഇതിനെന്താ പ്രത്യേകത? ഇത് ഉണ്ടാക്കിയതിൻ്റെ മെയിൻ നിങ്ങളായിരിക്കും അല്ലേ? ആരാണ് ഇതിൻ്റെ ആശയത്തിൽ വന്നത്? ഇത് ഉണ്ടാക്കാന്നുള്ള ആശയം കൊടുക്കുന്ന ആരാണ്? എങ്ങനെയാണ് ആദ്യം ഇത് ഉണ്ടാക്കാന്നുള്ളത് ആശയം വരാൻ കാരണം? ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് ഒരു കാള ഉണ്ടാക്കാന്നുള്ളത്. നിങ്ങളുടെ സാമ്പത്തികം ഇതിന് എത്ര എക്സ്പെൻസ് ചെലവുണ്ടായിരുന്നു? ചെലവൊന്നും ഉണ്ടായിട്ടില്ല, ഒരു ചെലവുമില്ല. നിങ്ങൾ പേപ്പർ, തെർമോകോള് കാര്യങ്ങളൊക്കെ അതൊക്കെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയാണ്. ചെലവില്ലാത്താണ്. ശരിക്കും ഇങ്ങനെ ഈ പൂരത്തിനൊക്കെ കൊണ്ടുപോകുന്ന കാള ലക്ഷങ്ങൾ വില വരുന്നതല്ലേ, അതിനെ വെല്ലുന്ന രൂപത്തിലാട്ടോ. ഒരു ചെലവില്ലാതെ വീട്ടിലത്തെ തെർമോക്കോളും പേപ്പറും കാര്യങ്ങളും ഇതൊക്കെ പിന്നെ ഒരു നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കാഴ്ചയിൽ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇവരിത് റോട്ടിലൂടെ ഉരുട്ടാൻ പോവാണ്. ഇതിപ്പോൾ ഇതുവരെ സൈഡിൽ നിന്നിട്ട് ഇത് സെറ്റ് ചെയ്യലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇത് ഊരണല്ലേ? ഊരണമെങ്കിൽ ഇത് ഊരിയിട്ട് റോട്ടിലേക്കായിട്ട് പിന്നെ ഫിറ്റ് ചെയ്തൂടെ? ഓക്കെ. അപ്പോൾ ഇത് ഉരുട്ടുന്നത് നമുക്ക് കാണട്ടോ. ഇതൊക്കെ ഇവിടെ ഇവർ വെച്ച ഒരു സംഭവങ്ങളുണ്ടാവും. നമ്മുടെ വാതിലിൽ വെക്കുന്ന വിജാവൂരി വെച്ചിട്ട് ഇതൊക്കെ മടക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇതാ കൊള്ളി, കോല്, തെർമോക്കോള് കാര്യങ്ങൾ വെയിറ്റും കുറവായിരിക്കും ഇത്. നമുക്കെല്ലാം ഇത്തരത്തിൽ വേല ആഘോഷങ്ങളിൽ കാളകളെ കാണുന്ന ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ചെറുപ്പം മുതലേ കണ്ടുവരുന്ന പൂരാഘോഷമാണ് നമ്മുടെ കടപ്പുറമ്പത്ത് കാവിൽ. അവിടെ ഒരുപാട് ഇത്തരത്തിലുള്ള കാളുകൾ ചെറുതും വലുതുമായിട്ട് ഒരുപാട് വരാറുണ്ട്. അപ്പോൾ നമുക്കൊക്കെ കാണുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അത്തരത്തിൽ ഇത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് തന്നെ ഓടി വന്നതാണ്. അപ്പോൾ ഇത് റോട്ടിലൂടെ ഉരുത്താൻ പോകാട്ടോ. നിങ്ങളൊക്കെ ആരബിയുടെ പിന്നെ മെമ്പർമാരല്ലേ? അപ്പോൾ ആരബി ക്ലബിൻ്റെ ബാലവേദിയിലെ മെമ്പർമാരാട്ടോ ഇവർ. ഇത് നമ്മുടെ ആരബി ക്ലബ്ബ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ പട്ടാമ്പിക്കടുത്ത് വാടനാകുറിശി അടുത്തായിട്ട് വില്ലേജിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ ആരബി ക്ലബ്ബ് വരുന്നത് കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു നല്ല രീതിയിൽ പോകുന്നൊരു ക്ലബ്ബാണ്. അതുപോലെ തന്നെ ഇവരുടെ അടുത്ത് വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. അത് സസ്പെൻസ് ആണ്. ഇത് കഴിഞ്ഞിട്ട് അത് കാണിച്ചു തരാം. അതിലും വലിയൊരു സംഭവമാണ്. 100 എങ്ങനെയുണ്ട് ഷമീറ? സംഭവം എങ്ങനെയുണ്ട്? സൂപ്പറാണ്. അസാധ്യം. ഉത്സവം ഉണ്ടെങ്കിൽ ഇനി നേരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേറൊരു പണിയെടുക്കണ്ട. പിന്നെ 1ാം സമ്മാനം ഇതിന് കിട്ടും. ഉത്സവം ഉണ്ടെങ്കിൽ നേരെ കൊണ്ടുപോയാൽ മതി. 2 കയറും ഒരുമിച്ച് വലിക്കണം. മറ്റേ നമ്മൾ കാണുന്ന പൂരങ്ങളിലൊക്കെ കൊണ്ടുപോകുന്നത് വണ്ടി വെച്ചിട്ടാണ് വലിക്കൽ. ഇതിപ്പോൾ അതിനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഇവർ എക്സ്പെൻസ് കുറഞ്ഞ രൂപത്തിലുള്ള കാളയാണിത്. അപ്പോൾ ഉത്സവകാലം കഴിഞ്ഞാലും വാടനാകുറിശി ആരബി ക്ലബ്ബിലുള്ളവർക്ക് ഉത്സവം കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ കാളുണ്ട്. ഇനി അടുത്തത് കൊട്ടാണ്, മേളങ്ങളാണ് ഇനി അടുത്ത് നടക്കാൻ പോകും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഷെയറും ലൈക്കും കമൻറ്റും എല്ലാം ഈ പിഞ്ചു മക്കൾക്ക് കൊടുക്കണം. ഇവരുടെ ഈ പ്രയത്നത്തിന് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതും കൂടി കാണാം. അപ്പോൾ ഇവരുടെ കൊട്ടാനുള്ള വാദ്യോപകരണങ്ങൾ ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം,
ഈ ഇത് കൊട്ടി കൊട്ടി കയറാൻ നിൽക്കണു. പിന്നെ ഇതാ ഓംലെറ്റ് ചൂടുന്ന പാത്രമാണ് ഒന്നുള്ളത്. പിന്നെ ഇതാ അടുത്ത പാത്രം. പക്ഷെ എന്ത് പാത്രം എന്നുള്ളതല്ല കേട്ടോ, അവരത് അസാധ്യമായിട്ട് കൊട്ടുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ? ആ ഈ ഒരു കാള ഉണ്ടായിട്ടുണ്ടോ, നല്ല ഭംഗിയായിട്ട് ചെറിയ കുട്ടിക്കാളുകൾ, സ്വർണത്തിന്റെ ചെയിനൊക്കെ ഉണ്ടല്ലോ. എന്താ പേര് ചോദിക്കണേ? കതിരവൻ. കതിരവൻ കതിരവൻ എന്നാണ് ഇതിന്റെ പേര്. അതിന്റെ പേരോ? ഇതിന്റെ പേരെന്താ എഴുതിക്കണ്? സൗപർണിക. സൗപർണികയും കതിരവനാണ് അല്ലേ? രണ്ടും അടിപൊളിയായിട്ടുണ്ട്, ഒന്നിനൊന്ന് മെച്ചായിട്ടുണ്ട്. മോളെ പേരെന്താണ്? ആദിക. ആദിക അല്ലേ? ഇതിന്റെ പേരെന്താണ്? ഇതിന്റെ പേരോ? കാളയുടെ പേര് കതിരവൻ. കതിരവൻ. അതിന്റെ പേരോ? സൗപർണിക. സൗപർണിക. ഈ നാട്ടിലെ എല്ലാ പിഞ്ചു മക്കൾക്കും ഇതിന്റെ പേരൊക്കെ അറിയാം കേട്ടോ. കാരണം അവരെല്ലാവരുടെ ഒരു കൂട്ട പ്രയത്നത്തിൽ ഉണ്ടാക്കിയ ഒരു സംഭവം ആയതുകൊണ്ട് അവർക്ക് ഇതിന്റെ A to Z അറിയാം. എനിക്ക് ഇത് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഇവരോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളെ ഒരു പാട്ടും കൂടി കേൾക്കാൻ പോവുകയാണ് ഇവരെ കൊട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ കൊട്ടുന്ന സാധനങ്ങൾ കിടന്നാലും ഇവർക്ക് ഭയങ്കര എനർജി കേട്ടോ. അത് ആ താളം പോകാതെ അടിപൊളിയായിട്ടാണ് കൊട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി കേട്ടാലോ? ഓക്കെ. ഇതിൻ്റെ സജ്ജീകരണങ്ങളെ ചെറുതൊന്നല്ല കേട്ടോ. ഇതിന് ഒരുപാട് ഫെസിലിറ്റികൾ ഇനിയും ഉണ്ട് കേട്ടോ പറയാൻ. ഇതിന് ലൈറ്റിംഗ് ഉണ്ട്. ലൈറ്റിംഗ് ഇവർ മഴ കാരണം പിന്നെ പകലാത് കാരണം ഊരി വെച്ചിക്കാണ്. അത് പ്ലഗ് കുത്താൻ കണക്ഷൻ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഊരി വെച്ചിക്കാണ്. അതുപോലെ ഇതിൽ പാട്ടുണ്ട് കേട്ടോ. ഇവർക്ക് DJ പാട്ടൊക്കെ ഡാൻസ് കളിക്കണമെങ്കിലും അതിന് പറ്റിയ പാട്ട് ഇതിലുണ്ട്. അതൊന്ന് പ്ലേ ചെയ്താ. ഈ പിഞ്ചു മക്കളുടെ എഫേർട്ട് ചെറുതല്ല കേട്ടോ. ഇതിന്റെ ഈ തല കണ്ടില്ലേ? തല തെർമോക്കോൾ വെച്ചിട്ട് അതിന് മേലെ കൂടെ പുട്ടി തെർമോക്കോള് ആക്കിയിട്ട് പിന്നെ പശ കൊണ്ട് ഒട്ടിക്കും. എന്നിട്ട് പുട്ടി തേച്ചിട്ടാണ് അങ്ങനെയാണ് തല ഉണ്ടായിരിക്കണം അല്ലേ? ഇത് കാർബോർഡാണ്, കണ്ണ് കാർബോർഡാണ്. അതിന്റെ മേലെ പുട്ടി വെച്ചിട്ട് എന്താണ് ഫ്രിഡ്ജിന്റെ തെർമോക്കോൾ വെച്ചിട്ടാണ് അധികം ഉണ്ടാക്കിയിട്ടില്ല അല്ലേ? അപ്പോൾ വല്ലവന് പുല്ലും ആയുധം എന്ന് പറഞ്ഞ പോലെ വേസ്റ്റ് സാധനങ്ങൾ സീറോ കോസ്റ്റ് ആട്ടോ. സീറോ കോസ്റ്റിലാണ് ഈ ലക്ഷങ്ങൾ വില വരുന്ന ഈ ഒരു കാള ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. എന്താണെങ്കിലും നല്ല ഗുഡ് എഫേർട്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാളയുടെ വരവാണ് ഇനി കാണാൻ പോകുന്നത് കേട്ടോ. അവര് കഴിവിനെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. അതിന്റെ ഉണ്ടാക്കിയ ഒരു ഇതാണ് പറയുന്നത്. മണ്ട പോയ പോക്കല്ലേ. പിന്നെ ഒരു 5 പൈസ അതിന് ചെലവില്ല, സീറോ കോസ്റ്റ് ആണ്. ലക്ഷങ്ങൾ വില വരുന്ന സാധാരണ കാളകൾക്ക്. പിന്നെ ഒന്നാമത് ഈ കുട്ടികളൊന്നും ഇപ്പൊ മൊബൈലിലും കമ്പ്യൂട്ടറിലൊക്കെ കളിച്ചിരിക്കുകയാണ്. ഇവരുള്ള സമയം ഈ പാടത്തും പറമ്പിലും അവരുടെ വെക്കേഷൻ ഉപയോഗപ്പെടുത്തി. അതാണ് മറക്കാൻ പറ്റാത്തൊരു അല്ലേ ഉപയോഗപ്പെടുത്തലായി. ഇപ്പൊ ഇവിടെ ഉള്ളവർക്ക് മാത്രല്ല, ഇത് നാടിന് മൊത്തം ഞങ്ങൾക്ക് ഇവിടെ ഒരു അഭിമാനമായ പോലെ. തീർച്ചയായിട്ടും നാടിന് മൊത്തം അഭിമാനത്തിന്റെ ആളുകളാണ് ഈ നിൽക്കുന്നത് കേട്ടോ. കാരണം
കേരളത്തിൽ ഇങ്ങനെ ഒരു പിഞ്ച് മക്കൾ ഇങ്ങനെ വെക്കേഷൻ ഇത്രയും ഭംഗിയായിട്ട് ഒരു കാളുണ്ടാക്കിയത് എൻ്റെ അറിവില്ല. നിങ്ങളെ അറിവിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും അതുപോലെ ഒരു കാളയല്ല 2 കാള, ചെറുതും വലുതും 2 സൈസിലുള്ള ഉരുട്ടാൻ പറ്റുന്ന എല്ലാ വലിയ കാളയിലുള്ള എല്ലാ ഫെസിലിറ്റിയുള്ള ലൈറ്റിംഗ് അടക്കമുണ്ട്, എല്ലാ സംഭവമുള്ള പാട്ടും എല്ലാ സംഭവമുള്ള ഒരു കാളയാണ് ഈ കാള. ഞങ്ങളടക്കം ഞെട്ടി പറഞ്ഞ കാര്യമാണ്. അതെ, ഇപ്പൊ പെട്ടെന്ന് ഇത് പുറത്തേക്ക് ഇറക്കിയപ്പോഴാണ് ഇത് ഇത്രയും വലിയൊരു സംഭവമാണ്. ഓരോന്ന് ഫിറ്റ് ഇതൊക്കെ കുറച്ച് പൈസയും കൂടി ഉണ്ടല്ലോ. കണ്ടോ, PVC പൈപ്പില് തെർമോകോൾ വെച്ചിട്ടാണ്, ഒക്കെ അടിപൊളിയായിട്ട് സംഭവം ചെയ്തിട്ടുണ്ട്. അവർക്ക് കുറച്ച് പൈസയും കൂടി കിട്ടിയെടുക്കണമെങ്കിൽ അവർ ഇതിനേക്കായി നന്നായി ഉണ്ടാക്കും. കുറച്ച് പൈസ അവർക്ക് കിട്ടുകയാണെങ്കിൽ ലൈറ്റും LED കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് ഇവർ ഭാവിയിൽ ഇതിന്റെ പുലികളാകും. പുപ്പുലികൾ, കേരളത്തിൽ അറിയപ്പെടുന്ന കാള നിർമ്മിക്കുന്ന ആളുകൾ ആവട്ടെ, ഇതുപോലത്തെ വലിയ വലിയ കാളകൾ ഇനിയും അവർക്ക് നിർമ്മിക്കാൻ കഴിയട്ടെ അല്ലേ. അപ്പോൾ ഇവര് നമ്മുടെ കേരളത്തിന്റെ, നമ്മുടെ പാലക്കാട് ജില്ലയുടെ, നമ്മുടെ പട്ടാമ്പിയുടെ, വാരണാസി ആർബിയുടെ അഭിമാന താരങ്ങളാട്ടോ. അപ്പോൾ ഇവരുടെ ഈ ഒരു പ്രയത്നം നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക അല്ലേ. വേറെ എന്തെങ്കിലും പറയണ്ടോ? എന്താ പറയാനുള്ളത്? നമ്മൾ വരച്ച പേര് അഭിനവാണിട്ട് ഇത് വരച്ചത്. എനിക്കൊരു ബിഗ് സല്യൂട്ട്. അടിപൊളിയായിട്ടാണ് വരച്ചിട്ടുള്ളത്. വരക്കൽ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടൊന്നുമില്ല, വരക്കും അല്ലേ. അപ്പോൾ ഈ പിഞ്ചു മക്കൾക്ക് നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും എല്ലാം ഷെയറും എല്ലാം നൽകണം. ഓക്കെ, ബൈ ബൈ.